കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം ദക്ഷിണേന്ത്യയിൽ സംഭവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. NIA നിരവധി ആളുകളെ പിടികൂടിയിട്ടുണ്ട്. ബംഗ്ലാദേശികളെയും ബംഗാളികളെയും യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല എന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു NIAക്ക്. ഈ നമ്മൾ കേരളത്തിലായാലും മറ്റ് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ബംഗാളികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും ബംഗാളികളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും ബംഗ്ലാദേശികളാണ്. ഇവിടെ ഈ തൊഴിലാളികൾ എന്നുള്ള ലേബലിൽ ഇവിടെ എന്തും ചെയ്യാം. അതിഥികളെ നമ്മൾ വളരെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ച് അവർക്ക് പിന്നെ പുതിയ സമുച്ചയങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇപ്പം അടുത്ത് ഒരു കേരള സർക്കാർ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി വലിയൊരു ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരും വാങ്ങാതെ പൊടി പിടിച്ച് കിടക്കുകയാണ് അവിടെ. അപ്പോൾ അത്തരത്തിൽ നമ്മളെല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്, രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റിക്ക് തന്നെ വലിയ ഒരു പിന്നെ എന്താണ് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടാൻ എങ്ങനെയാണോ കേന്ദ്രം മെനക്കെട്ടത്, അവിടെ കൃത്യമായി CBI അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ പലവിധ അന്വേഷണ ഏജൻസികളും ഈ പെരുമ്പാവൂരും അവിടെ ഇവിടെയൊക്കെ വന്നുകൊണ്ട് ഇറച്ചി വെട്ടുകാരായിട്ടും പിന്നെ തോട്ടം തൊഴിലാളികളായിട്ടും ഒക്കെ നിന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ വളഞ്ഞിട്ട് പിടിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ ആളുകളുണ്ടായിരുന്നു. ബംഗാളികളായി ഇവിടെ നിന്ന ആളുകൾ പലർക്കും പല ബന്ധങ്ങളുണ്ടായിരുന്നു, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്നത്. അജിത് ഡോവലിൻ്റെ ഒരു മാസ് നീക്കം എന്ന് തന്നെ പറയാമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രണ്ടാം ഘട്ട നീക്കം എന്നുള്ള നിലയ്ക്ക് വലിയ റെയ്ഡുകൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നടത്തുന്നു. ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ന് വലിയ റെയ്ഡ് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോയമ്പത്തൂരും തിരുപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി ആളുകൾ, രാജ്യവിരുദ്ധ ശക്തികൾ, ബംഗ്ലാദേശികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ NIAക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണങ്ങളൊക്കെ ഒരുപാട് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഈ നിർണായകമായിട്ടുള്ള നീക്കവും ഒരുപാട് ആളുകളെ തൂക്കിയെടുത്തിട്ട് NIA കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മാത്രമല്ല നമ്മുടെ കാസർഗോഡ് ഒരു ബംഗ്ലാദേശി അറസ്റ്റിലായിരുന്നു, അറിയാമായിരുന്നല്ലോ. ഒരു ബംഗ്ലാദേശി, അത് വലിയ വാർത്തയായിരുന്നു. അത് ആ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. എല്ലായിടത്തും ഈ ബംഗ്ലാദേശികൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ CAA-ക്കെതിരെയൊക്കെ സമരം ചെയ്ത ആൾക്കാരുണ്ട്. CAA നിരന്തരമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്, അയ്യോ ഞങ്ങളെല്ലാം കൊണ്ടുപോകുന്നു. ഇതല്ല, യഥാർത്ഥത്തിൽ പൗരത്വം എന്ന് പറയുന്നത് എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കുറച്ചും കൂടെ വ്യക്തമാവുന്നുണ്ട്. തന്നെ CAA സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹി അടക്കം ഈ ബംഗ്ലാദേശി പൗരന്മാരെ ഇവിടുത്തെ ഇന്ത്യക്കാരാണെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ താമസിക്കുന്ന ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലവരും ഈ മുസ്ലിം പേരുകൾ പലതും മറച്ചു വെച്ചിട്ട് ഹിന്ദു പേരിലാണ് ഇവർ പലപ്പോഴും അറിയപ്പെടുന്നത്. ഇവരുടെ ഇന്ത്യയിലേക്ക് ഇവർ വരുമ്പം ഇവരുടെ പേര് ജെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പേരുകൾ, അതുപോലുള്ള സിഖ് എന്നുള്ള പേരുകൾ, അതേപോലെ തന്നെ മറ്റ് അങ്ങനെയുള്ള ഹിന്ദു നാമ പേരുകളൊക്കെയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ നിരവധി ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ പേരുകൾ, ഹിന്ദു പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഹിന്ദു പെൺകുട്ടികളുമായിട്ട് പ്രണയം നടിക്കുകയും അവരെ ലവ് ജിഹാദിന് ഇരയാക്കി തീർക്കുന്നു തുടങ്ങിയ വാർത്തകളും വരുന്നുണ്ട്. ഇതൊരു വ്യാജ വാർത്തയല്ല, ഇത് കൃത്യമായിട്ട് നമ്മളെ ദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ ഇതായിട്ട് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അപ്പോൾ ഈ വ്യാജ ID കാർഡ്, വ്യാജ ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾ നീങ്ങുന്നു എന്നത് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഇതൊരു നിസ്സാരപ്പെട്ട ഒരു വിഷയമല്ല. ഇപ്പോഴത്തെ ഈ ഒരു ദക്ഷിണേന്ത്യയിൽ നടന്നിരിക്കുന്ന NIA-യുടെ ഈ ഒരു നീക്കം നാളെ നമ്മുടെ പ്രധാന മാധ്യമങ്ങളിലൊന്നും വരുമെന്ന് നമുക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. കാരണം അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ, പ്രധാന പ്രിന്റ് മാധ്യമങ്ങളിലൊന്നും വരുന്നു നമ്മൾ കരുതുന്നു. അത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ, നമ്മുടെ പ്രധാന മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിക്കേണ്ട വാർത്തകളാണിത്. ഇത് അവർ മുക്കും. ലോകത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന് 1ാം സ്ഥാനമാണുള്ളത്. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നാൽ അതുപോലും കൊടുക്കാൻ മടിക്കുന്ന ആളുകളാണ് ഇവിടെ. കാരണം ഒരു വിഭാഗത്തെ കേന്ദ്രീകരിക്കുന്നു, ഇസ്ലാമോഫോബിയ വളർത്തുന്നു എന്നൊക്കെയാണ് പറയുക. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പറയുമ്പോൾ പോലും അത് ഇസ്ലാമോഫോബിയായി മാറുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ പല സ്ഥലത്തും നമ്മുടെ കേരളത്തിലോട്ട് റെയ്ഡ് നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും വ്യക്തമായ പ്ലാനോട് കൂടിയാണ് NIA-യും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത്തരമൊരു റെയ്ഡ് നടത്തുന്നത്. ഒരേ സമയമാണ്
ഈ കർണാടകയിലും അതേപോലെ തന്നെ ഇപ്പൊ ആ തമിഴ്നാട്ടിലും. നടന്ന സംഭവം ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാലും ആരൊക്കെയാണ് പൊക്കിയിരിക്കുന്നത്? നിരവധി ബംഗ്ലാദേശി പൗരന്മാരെയാണ് പൊക്കിയിരിക്കുന്നത്. അവർ വ്യാജ ID കാർഡുമായിട്ട് ഇവിടെ താമസിക്കുന്നു എന്നാണ് NIA വിവരം. അത് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഡൽഹിയിൽ നിന്ന് ഇന്ത്യക്കാരെന്ന വ്യാജേനെ ഈ പറയുന്ന തിരിച്ചറിയൽ കാർഡുകളും ആധാർ കാർഡുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ആളുകളെ കടത്താനുള്ള ഒരു ശ്രമം, അവരെ സുരക്ഷിതമായ മേഖലകളിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതൊരു ഇന്ത്യൻ പൗരനാണ് ചെയ്തത് എന്ന നിലയിൽ ഈ കാര്യങ്ങൾ വരും. എന്നിട്ട് ആ രീതിയിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന ചില നീക്കങ്ങളെ ആര് പൊളിച്ചിരുന്നു? അന്വേഷണ ഏജൻസി, നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി പൊളിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇത് മാസങ്ങളോളമായി തുടർന്ന് വരുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി തുടർന്ന് വരുന്ന ഒരു കാര്യം ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ എത്തിയിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അല്ല, എല്ലാത്തിനെയും അടിച്ചു കൂട്ടി കൊണ്ടുപോകുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എളുപ്പത്തിൽ വളരാം എന്ന നിലയിലുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. കേരളത്തിലും അത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുപ്പൂർ, കോയമ്പത്തൂർ, അതുപോലെ തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ, ഇത്തരം ചില സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ ATP. ഈ ATP ഇന്ത്യ കേന്ദ്രീകരിച്ച് ബംഗളൂരു പോലുള്ള പ്രദേശങ്ങളിലൊക്കെ സ്ലീപ്പർ സെല്ലുകളായിട്ട് വർക്ക് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിശദാംശങ്ങളും റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ NIAക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച്. അതെ, ആ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഇവർ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവരെ കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ തൊഴിലാളികളായിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മൾ കാണുമ്പോൾ എന്താണ്, ബായ്, ചോട്ടുബായ് എന്നൊക്കെ വിളിക്കും. തേപ്പിൻ്റെ പണിക്ക് പോകുന്നു, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ പണിക്ക് പോകുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുക. പക്ഷേ ഇവർ അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയും ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഒരു കോയമ്പത്തൂർ സ്ഫോടനമോ അല്ലെങ്കിൽ മറ്റൊരു വേറെ ഏതെങ്കിലും ഒരു സ്ഫോടനമോ ഒന്നും നടന്നുകൂടായികയില്ല. മാത്രമല്ല ഇവിടെ എങ്ങനെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ദക്ഷിണേന്ത്യ തിരഞ്ഞെടുക്കുന്നത്? ദക്ഷിണേന്ത്യ തിരഞ്ഞെടുക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഇതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ടല്ലേ. അതെ, പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം കറക്റ്റാണത്. ആ വേർഡാണ് അത് യോജിക്കുക. പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം ഇവിടെ കറക്റ്റാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവർ ദക്ഷിണേന്ത്യ തിരഞ്ഞെടുക്കുന്നത്. കേരളവും തമിഴ്നാടും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. ആന്ധ്ര ഇപ്പോൾ കൈവിട്ടുപോയി. കാരണം ആന്ധ്രയിൽ കാര്യങ്ങൾ നടക്കില്ല. ആന്ധ്രയിൽ ഈ ജഗൻമോഹൻ റെഡ്ഡി പോയതിനു ശേഷം അവിടെ പുതിയ ആൾക്കാരാണ് വന്നത്. അത് BJPയോട് അടുത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ എന്തായിരുന്നു ജനശക്തി പാർട്ടി, നമ്മുടെ പവൻ കല്യാണിൻ്റെ പാർട്ടി. അപ്പോൾ ആ രീതിയും TDPയും ഒക്കെ BJPയോട് കൂടുതൽ അടുക്കുന്നുണ്ട്. തെലങ്കാനയിൽ കുറച്ചുകൂടെ BJP ശക്തമാണ്, അവിടെ ഇടപെടൽ നടക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പം വളരെ ശക്തമായിട്ട് ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന എക്കോസിസ്റ്റം അവർക്ക് അനുകൂലമാണ്. കാരണം ഇസ്ലാമോഫോബിയ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പോലും, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ ആഭ്യന്തര സുരക്ഷയ്ക്ക് കീഴിലുള്ള ഏജൻസികളോ ഒന്നും തന്നെ കാര്യമായ നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു ആനുകൂല്യത്തിന്റെ മറ പറ്റിയാണ് ഇവരിവിടെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇതിലെ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ബംഗാളികളാണോ ഇവർ ബംഗ്ലാദേശികളാണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ ഒരു ബാർബർ ഷോപ്പിൽ കയറിയാൽ തന്നെ നാട്ടിലെ സകല ബാർബർ ഷോപ്പിലും ബംഗാളികളാണ്. ഈ പുറത്ത് അന്യദേശ നമ്മൾ ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആളുകളാണ്. ഈ മലയാളികൾക്കൊന്നും എനിക്ക് അതാണ് തോന്നുന്നത്, നമ്മൾ എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നാടിനത് ഭാവിയിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നതാണ് ഇത്തരം വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അവിടെ കൊണ്ടുവരണ്ട എന്നല്ല പറയുന്നത്, അവിടെ കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്രോസസ്സ്, ഒരു സുരക്ഷാ പ്രോസസ്സ് നടത്തണം. ഇവരെ കൃത്യം ആരാണ് ഇവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ നിയമ തടസ്സം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കകത്തെ പൗരന്മാർക്ക് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും പോയി ജീവിക്കാനും തൊഴിലെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കേരളം, തമിഴ്നാട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയാണല്ലോ. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കൊക്കെ പരിമിതമായ ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിലൊക്കെ അപ്പുറത്തേക്കാണ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കകത്ത് എവിടെ പോയിട്ട് അവർക്ക് തൊഴിലെടുക്കാം, എവിടെ പോയിട്ടും വസ്തു വാങ്ങാം. ഇപ്പോൾ കാശ്മീരിൽ മാത്രമായിരുന്നു ഒഴിവുണ്ടായിരുന്നത്. അത് നരേന്ദ്രമോദി വന്നതോടുകൂടി അവിടെയും ആർക്കും ഭൂമി വാങ്ങാനും വീട് വാങ്ങാനുമുള്ള സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ്. പക്ഷേ ഗൗതം പറഞ്ഞതിലെ ഗൗരവമായ കാര്യം, ഇത്തരം ആളുകൾ വരുമ്പോൾ അവർ യഥാർത്ഥത്തിലുള്ള ബംഗാളികൾ തന്നെയാണോ,
അവരുടെ പിന്നെ ഈ പറയുന്നത് പോലെ അവർക്കുള്ള തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് അതുപോലുള്ള സംവിധാനങ്ങൾ ഒറിജിനലാണോ, ഇവർ എവിടെയാണ് ജീവിക്കുന്നത്, ഇവർ നുഴഞ്ഞു കയറിയ ആൾക്കാരാണോ? ബംഗാളിൽ പോലും ചില നുഴഞ്ഞു കയറ്റക്കാർക്ക് അവിടെയുള്ള സർക്കാർ ചില ആധാരമൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമായ നിരീക്ഷണം മമതയുടെ നേതൃത്വത്തിൽ വോട്ട് കൂട്ടാൻ വേണ്ടി ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് കളിക്കുന്ന ആളുകളുണ്ട്. മമതയുടെ ഏറ്റവും വലിയ അതിൻ്റെ ഉസ്താദാണ് മമത. കേരളത്തിലും അത്തരം ചില കളികൾ നടക്കുന്നുണ്ട്. അത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ കാർഡ് അനുവദിച്ചു കൊടുക്കുക, എന്നിട്ട് ചില പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കുക, ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം നടന്നിരിക്കുന്നു. അവിടെ തീവ്രവാദികളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസ്റ്റുകളാണ് ഭരിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് യൂനുസിന് ഇന്ത്യയോടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഇവിടെ ATPയുടെ സീപ്രസ് സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ സഹായം പോലും അവർക്കുണ്ട്. അതെന്തൊക്കെ ആയിരിക്കും അവർ പിന്നെ ഇവിടെ കാണിച്ചു കൂട്ടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിനെയൊക്കെ പൊളിക്കുന്നൊരു നീക്കം കൃത്യമായി നടന്നിരിക്കുന്നു. അജിത് ഡോവലിൻ്റെയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുടെയും നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു. കേരളത്തിലേക്കും ഉടൻ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരും. എല്ലാവരും നിരീക്ഷണത്തിലാണ് എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത.